എറണാകുളം വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കി ജില്ലാ ഭരണകൂടം. ഫലക്ഷയമുള്ള ഫ്ളാറ്റ് 4 മാസത്തിനകം പൊളിച്ചു നീക്കുമെന്നും ഈ മാസം 25-ന് ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. നടപടികൾക്കായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഫ്ളാറ്റിന്റെ ഫലക്ഷയം പുറത്തുകൊണ്ടുവന്നത് മീഡിയ വൺ ആയിരുന്നു. വർഷങ്ങൾ നീണ്ട നമ്മുടെ ന്യൂസ് ടീം നടത്തിയ ഒരു കാര്യമായിരുന്നു. അതിന് ഒടുക്കമാണ് ഇപ്പോൾ അത് പൊളിച്ചു നീക്കലിലേക്ക് പോകുന്നത്. 2018-ലാണ് സൈനികർക്കും വിരമിച്ചവർക്കുമായി ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. നിർമ്മാണത്തിലെ പിഴവിനെ തുടർന്നാണ് പൊളിച്ചു നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ തന്നെ മരടിലെ ഫ്ളാറ്റുകൾ, അവിടെ തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനായിരുന്നു ആ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയത്. അപ്പോൾ കൊച്ചിക്ക് നേരത്തെ ഒരു അനുഭവമുണ്ട്. ഇത്തരത്തിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു മുൻകരുതൽ വേണമെന്നുള്ളതിന് മരട് മോഡൽ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി അത് ചന്ദർകുഞ്ച് ഫ്ളാറ്റിന്റെ വിശദമായ ഒരു ഗ്രാഫിക്സിലേക്ക് നമുക്ക് പോകാം. കൊച്ചിയിൽ ആർമി വെൽഫെയർ, നമ്മൾ നേരത്തെ ഹൗസിംഗ് ഓർഗനൈസേഷനാണ് ആ ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് കുറച്ച് നാളുകളെ അത് പൊളിച്ചു നീക്കണമെന്നുള്ളൊരു കാര്യം. എന്തായാലും അവിടെ അതിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ അത് കൃത്യമായില്ല എന്നുള്ളത് പറഞ്ഞു തന്നെയാണ് അത് പൊളിച്ചു നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. താമസയോഗ്യമല്ല എന്നുള്ളത് അവിടെ നേരത്തെ തന്നെ പല പഠനങ്ങളും നടത്തിയതിന് ശേഷമാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. 4 മാസത്തിനകമാണ് അതിൻ്റെ പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുക. ചുരുങ്ങിയത് 4 മാസം. അപ്പോൾ 4 മാസത്തിനുള്ളിൽ എന്നാണ് നമ്മൾ അതിൽ കണക്കാക്കുന്നത്. പൊളിക്കാനാണ് ഇപ്പോൾ അത് തീരുമാനിച്ചിരിക്കുന്നത്. ചന്ദർകുഞ്ച് ആർമി ടവേഴ്സിൽ താമസിച്ചിരുന്ന ഒരാളൊഴികെ 47 കുടുംബങ്ങളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പുനരധിവാസം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്താണോ അതുമായി മുന്നോട്ട് പോകുമെന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഒഴിഞ്ഞുപോയവർക്കെല്ലാം വാടകയും നൽകുമെന്ന് സ്വാഭാവികമായും കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ എങ്ങനെയാവും? കമ്പനികളെ കണ്ടെത്താനുള്ള ടെൻഡർ നടപടികൾ ഈ മാസം 24-നകം നടക്കും എന്നുള്ളതാണ്. ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഡെമോളിഷൻ ഏജൻസിയെ അത് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, മരട് മോഡൽ പൊളിക്കൽ എന്ന് പറയുന്നത് മരടിൽ നമ്മൾ കണ്ടതാണ്. തീരദേശ നിയമം ലംഘിച്ചതിന് സുപ്രീം കോടതി ഉത്തരവിൽ അന്ന് മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിലംപരിശായിട്ട് 4 വർഷങ്ങൾ പിന്നിട്ടു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. 2020 6 വർഷത്തേക്ക് കിടക്കും. 6 വർഷം പിന്നിട്ടിരിക്കുന്നു. 2020 ജനുവരി 11-12 തീയതികളിലായിരുന്നു കുണ്ടന്നൂരിലെ ഹോളി ഫെയ്ത്ത് H2 എന്ന് പറയുന്ന ഫ്ലാറ്റ്, കണ്ണാടിക്കാടിലെ ഗോൾഡൻ കായലോരം എന്ന് പറയുന്ന ഫ്ലാറ്റ്, നെട്ടൂർ ഉള്ള ജെയിൻ കോറൽ കോവ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ്, അപ്പോൾ ആൽഫാസെറിൻ, മരട് തന്നെയുള്ള ആൽഫാസെറിൻ എന്ന് പറയുന്ന 4 ഫ്ലാറ്റുകൾ അന്ന് പൂർണ്ണമായി പൊളിച്ചടുക്കുകയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ചന്ദർകുഞ്ച് ഫ്ലാറ്റിൽ അത് പൊളിക്കലിന് ചില വെല്ലുവിളികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് കൊച്ചി മെട്രോയുടെ ഒരു പാത ഇതിന് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ബഹുനില കെട്ടിടം കൂടിയുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി സുരക്ഷിതമായി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഫ്ലാറ്റ് പൊളിക്കേണ്ടത്. 2018-ലാണ് ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. നിർമ്മാണത്തിലെ അപാകതകളാണ് പൂർണ്ണമായും പൊളിച്ചു നീക്കാനുള്ള കാര്യം. 2 ടവറുകളാണ് അപാകതയായി ഉണ്ടായിരുന്നത്. 24 നിലകളാണ് അതിലുണ്ടായിരുന്നത്. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ കോൺക്രീറ്റ് അടന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഫ്ളാറ്റിൻ്റെ ബീമുകൾക്കും സ്ലാബുകൾക്കും ഗുരുതരമായ ബലക്ഷയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റും കമ്പികളും ഒക്കെ ഇടയ്ക്കിടയ്ക്കായി തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫ്ളാറ്റിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ സാഹചര്യത്തിൽ നിന്നാണ് അവിടെ താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കാനുള്ള ഒരു തീരുമാനം അന്ന് വന്നത്. പല പഠന റിപ്പോർട്ടുകളും അവിടെ ഉണ്ടായിരുന്നു ആ ഫ്ളാറ്റിൻ്റെ ബലക്ഷയം സംബന്ധിച്ച്. അതിൽ GCDAയും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പരിശോധനാ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അത് വാസയോഗ്യമല്ല എന്നാണ് ഇതെല്ലാം കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഫ്ളാറ്റിൻ്റെ BC ടവറുകൾക്കാണ് ഗുരുതരമായ ബലക്ഷയം ഉണ്ടായത് എന്ന് അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല AWHOയുടെ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്ന് ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ 5 വർഷത്തിന് മുകളിലായി ആ പരിശോധന നടത്തിയതിന് ശേഷമാണ് ഈ ഫ്ളാറ്റുകൾ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് പൊളിച്ചു നീക്കേണ്ടതായി വരും എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞത്. ആളുകളുടെ ജീവൻ കണക്കിലെടുത്ത് തന്നെയാണ് അങ്ങനെ ഒരു പൊളിക്കൽ തീരുമാനത്തിലേക്ക് പോകുന്നത്. നമ്മൾ പറഞ്ഞത് മരട് മോഡൽ പൊളിക്കൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊളിച്ച് എടുക്കുക എന്നുള്ളതാണ്. അത് വീഴ്ത്തുക, സെക്കൻഡുകൾക്കുള്ളിൽ അത് നിലംപരിശാക്കുക എന്നുള്ളതാണ്. നിതിൻ സേവർ എനിക്കൊപ്പം ചേരുന്നുണ്ട്.
ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നിതിൻ ചേരുകയാണ്. നിതിന്, നമ്മൾ മരടിൽ നമ്മൾ കണ്ടതാണ്, പക്ഷേ മരടിനേക്കാൾ കുറച്ചുകൂടി ഒരു റിസ്ക് ഉണ്ട് അവിടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനോരം ചേർന്നാണ് കൊച്ചി മെട്രോയുടെ പാത പോകുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ടവർ അവിടെയുണ്ട്. അതിന് യാതൊരു അപകടവും പറ്റരുത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പൊളിക്കൽ നടപടികൾ ഉണ്ടാവുക? ഒപ്പം തന്നെ 4 മാസത്തിനകം തന്നെ എന്ന് പറയുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ളൊരു നടപടിക്രമങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം പോയിട്ടുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ 2025 ഫെബ്രുവരി, കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്, ഈ ഫ്ളാറ്റുകൾ രണ്ടും പൂർണ്ണമായും പൊളിച്ചു നീക്കണം എന്നൊരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം നവംബറിലായിരുന്നു ഈ ടവർ പൊളിക്കാനുള്ളൊരു തീരുമാനം ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ജില്ലാ കളക്ടറെ അധ്യക്ഷയാക്കി ഒരു സമിതിയെ നിയമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പല തർക്കങ്ങൾ മൂലം ഇത് വീണ്ടും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ താമസക്കാരിൽ ചിലർ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് അവരുടെ വാടകയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ അത് വളരെ കാലം നീണ്ടുവന്നു. പലതവണ കളക്ടറേറ്റിൽ ചർച്ച നടത്തിയെങ്കിലും അതൊന്നും ഒരു തീരുമാനമായില്ല. പിന്നീട് ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങളൊക്കെ നടന്നിരുന്നു. അതിനൊടുവിലാണ് 30,000 രൂപ എന്നൊരു കണക്കിലേക്ക്. അതോടൊപ്പം തന്നെ ഷിഫ്റ്റിംഗ് ചാർജും നൽകാനുള്ള ഒരു തീരുമാനമായി. പക്ഷേ ഇപ്പോഴും ഒരു താമസക്കാരൻ അവിടെ താമസിക്കുന്നു, തനിക്ക് കൃത്യമായ വാടക ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ചാർജ് ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 2 ആഴ്ചയ്ക്കകം തന്നെ നൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. അത് പണം കിട്ടിയാൽ മാറി താമസിക്കാമെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിനുശേഷം 4 മാസത്തിനുള്ളിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ഫ്ളാറ്റ് പൊളിക്കുക, പ്രത്യേകിച്ച് മരട് ഫ്ളാറ്റ് പൊളിച്ചപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്, അത് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം അന്ന് അധികം ആളുകൾക്ക് ചിരപരിചിതമല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് പ്രധാനമായും ഈ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിൽ കൃത്യമായി ധാരണയുള്ള, അല്ലെങ്കിൽ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ടീമുകളെ കൊണ്ടുവന്ന് തന്നെയായിരിക്കും ചെയ്യുക. മരട് ഫ്ളാറ്റ് പൊളിച്ച ടീമിനെ നേരത്തെ കൊച്ചിയിലെത്തിച്ച് ഈ ഫ്ളാറ്റ് അവർ പരിശോധിച്ചിരുന്നു. അത് പൊളിക്കുന്നതിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ അതിന്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ അവർ പരിശോധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് പ്രധാനമായുള്ള ഒരു പ്രശ്നം എന്നത് ഇതിനടുത്തുകൂടി തന്നെ ഒരു മെട്രോയുടെ പാത പോകുന്നു എന്നത് തന്നെയാണ്. വൈത്തിലയിൽ നിന്നും അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്ന മെട്രോയുടെ പാത ഈ ഫ്ളാറ്റിനോട് വളരെ ചേർന്നാണ് പോകുന്നത്. ഈ 3 ഫ്ളാറ്റുകളിൽ B-C ഫ്ളാറ്റുകളാണ് പൊളിക്കേണ്ടത്. A ഫ്ളാറ്റിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 2 ഫ്ളാറ്റുകൾ പൊളിക്കുകയും വേണം. അതിന് സമയമുള്ള ഫ്ളാറ്റിന് കുഴപ്പമൊന്നും പറ്റാനും പാടില്ല. മെട്രോയുടെ പാത അത് വളരെ അടുത്തുകൂടി പോകുന്ന ഒരു പാതയാണ്. അപ്പോൾ മെട്രോയുടെ പാതയ്ക്കൊന്നും പറ്റാൻ പാടില്ല. അപ്പോൾ അതിന് കൃത്യമായി പഠനങ്ങൾ നടത്തി, അല്ലെങ്കിൽ അതിൽ എക്സ്പെർട്ടുകളായിട്ടുള്ള സംഘങ്ങളെ കൊണ്ടുവന്ന് തന്നെ ഇത് ചെയ്യാനാണ് നിലവിൽ ശ്രമം. ഏതായാലും ഒരു താമസക്കാരൻ അവിടെ ഉള്ളത്, അയാൾ കൂടി അവിടെ ഒഴിഞ്ഞ ശേഷം അത് ഹൈക്കോടതി അറിയിക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക. നേരത്തെ 2 സംഘങ്ങൾ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. IIT മദ്രാസും ഒപ്പം തന്നെ IISc ബംഗളൂരും ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. അവരുടെ റിപ്പോർട്ട് അത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഇത് പണിയാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ അത് വളരെയധികം മോശമായ കമ്പികളും മണലുകളും സിമെന്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ ആളുകൾക്ക്, അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് തുടക്കത്തിൽ തന്നെ ഈ ഫ്ളാറ്റിലേക്ക് താമസിച്ചപ്പോൾ തന്നെ വളരെയേറെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ മഹേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ചോർന്നൊലിക്കുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റുകൾ അടർന്നു വീഴുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളുമൊക്കെയായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത് വിരമിച്ച സൈനികർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫ്ളാറ്റിൽ തന്നെ ഇത്ര വലിയ തോതിലുള്ള ഒരു അഴിമതി നടത്തിയെന്നത് അത് ഹൈക്കോടതിയിൽ തന്നെ വളരെയേറെ ചർച്ചയാകും. ഹൈക്കോടതി അതിനെ വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും 4 മാസത്തിനകം തീരുമാനമാകും, അല്ലെങ്കിൽ 4 മാസത്തിനകം ഫ്ളാറ്റ് പൊളിക്കുമെന്നാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ച് അതിന് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് ഒപ്പം ഈ 3 ചന്ദ്രകുഞ്ച് ഫ്ളാറ്റ് ടവർ അത് 3 ഭാഗങ്ങളാണ്. അതിൽ 2 ബിൽഡിംഗാണ് പൊളിക്കേണ്ടത്. ഒരു ബിൽഡിംഗ് അവിടെ നിലനിർത്തുകയും വേണം. ഒപ്പം തന്നെ ഈ മെട്രോ പാതയ്ക്കൊന്നും പറ്റാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഈ സമിതി, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് ജില്ലാ ഭരണകൂടം കൊണ്ടുപോകുന്നതെന്ന് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. മഹേഷ്. ഓക്കെ, നിതിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഫ്ളാറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്ര സുരക്ഷിതമായിരിക്കണം എന്ന് ഫ്ളാറ്റ് ഉണ്ടാക്കിയവർ തീരുമാനിച്ചില്ല. പക്ഷേ ഇത് പൊളിക്കുമ്പോൾ സുരക്ഷിതമായിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർബന്ധമുണ്ട്. കാരണം തൊട്ടരികിലൂടെ കൊച്ചി മെട്രോയുടെ പാത പോകുന്നു, മറ്റൊരു കെട്ടിടം അവിടെ, ബഹുനില കെട്ടിടം അവിടെ നിൽക്കുന്നു. അപ്പോൾ സുരക്ഷിതമായി തന്നെ ഇത് പൊളിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നിതിനാണ് നമുക്കൊപ്പം ചേർന്ന്. അപ്പോൾ